ഹായ് മക്കളെ, അപ്പോൾ +2 സ്റ്റുഡൻസ് ഈ ഒരു ടൈമിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ നോക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് +1 നമുക്ക് ഏതെല്ലാം സബ്ജക്റ്റുകൾക്ക് ഡബിൾ പാസ് ഇല്ല എന്നുള്ളത്. അതായത് ഒന്നുമില്ല, സിമ്പിളാണ്. ഇതിപ്പം 60 മാർക്കിൻ്റെ സബ്ജക്റ്റുകളിൽ +1 60 മാർക്കിൻ്റെ സബ്ജക്റ്റുകളിൽ +1 നിങ്ങൾക്ക് 36 മാർക്ക് കിട്ടാത്ത സബ്ജക്റ്റുകൾ ഏതെല്ലാം. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ 48 മാർക്ക് കിട്ടാത്ത സബ്ജക്റ്റുകൾ ഏതെല്ലാം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതായത് 60 മാർക്കിൻ്റെ നിങ്ങൾക്കറിയാം പാസ്സാവാൻ 18 വേണ്ടത്, അപ്പോൾ 18 + 18 തന്നെ. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ 24 ആണ് നിങ്ങൾക്ക് പാസ് മാർക്ക് വരുന്നത്. അപ്പോൾ 24 + 24 ഇതാണ് ഡബിൾ പാസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഡബിൾ പാസ് മാർക്ക് കിട്ടാത്ത സബ്ജക്റ്റുകൾ ഏതൊക്കെ എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കി വെക്കുക. കാരണം ആ സബ്ജക്റ്റുകൾ കുറച്ചധികം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. +1 നിങ്ങൾക്ക് ഏതെല്ലാം സബ്ജക്റ്റുകൾക്കാണ് മാർക്ക് കുറഞ്ഞിട്ടുള്ളത് അത് അതേപോലെ തന്നെ എവിടെയാണ് റിപ്പീറ്റ് ചെയ്യും, +2 റിപ്പീറ്റ് ചെയ്യും. കാരണം +1 ടഫായിട്ട് തന്നെയാണ് ഓരോ സബ്ജക്റ്റുകളും +2 ഉണ്ടാകാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇനി മുന്നിലുള്ളത് എന്താണ്, ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ഇമ്പ്രൂവ്മെൻറ്റും പബ്ലിക് എക്സാമുമാണ്. അപ്പോൾ ഡബിൾ പാസ് ഇല്ലാത്ത കുട്ടികൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. അറിയാലോ, അതൊക്കെ സാർ ഇപ്പോൾ പ്രത്യേകിച്ച് പുതുതായിട്ട് പറഞ്ഞു തരേണ്ട കാര്യങ്ങളല്ല. ഷുവറായിട്ട് എന്ത് ചെയ്തോളുക, ഇമ്പ്രൂവ്മെൻറ്റ് ഡബിൾ പാസ് ഇല്ലാത്ത സബ്ജക്റ്റുകൾ എന്ത് ചെയ്യുക, മാക്സിമം ഒന്ന് ഡബിൾ പാസ് ഇല്ലാത്ത സബ്ജക്റ്റുകൾക്ക് കൂടുതലായിട്ട് എന്താ മക്കൾ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. മറ്റ് സബ്ജക്റ്റുകൾക്ക് ഡബിൾ പാസിന് മുകളിൽ മാർക്ക് ഉണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക. അപ്പോൾ ഡബിൾ പാസ് ഇല്ലാത്ത ടൈപ്പ് ഏതെങ്കിലും ടഫായിട്ട് +2 നല്ല രീതിക്ക് ടഫായിട്ട് തോന്നുന്ന സബ്ജക്റ്റുകൾ ഉണ്ടാകുമല്ലോ. നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നുന്ന സബ്ജക്റ്റുകൾ +2 നല്ല ബുദ്ധിമുട്ട് തോന്നുന്ന സബ്ജക്റ്റുകളിൽ +1 എങ്ങനെയാണ് നിങ്ങളുടെ മാർക്ക് എന്നുള്ളതൊന്ന് നോക്കുക. അതിന് ഡബിൾ പാസ് ഉണ്ടോ, ഇല്ലെങ്കിൽ നിങ്ങൾ അതിനെന്ത് ചെയ്യുക, ഇമ്പ്രൂവ്മെൻറ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തുവിടുക. അറിയാലോ, ഇമ്പ്രൂവ്മെൻറ്റും നമുക്ക് അതുപോലെ തന്നെ പബ്ലിക് എക്സാമും വരിക ഒരുമിച്ചായിരിക്കും. അതായത് മാർച്ച് 6 നിങ്ങൾക്ക് പബ്ലിക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം മാർച്ച് 6 പബ്ലിക് എക്സാം പോകുന്നതിൻ്റെ ഇടയിലൂടെയാണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ടാവുന്നത്. സോ ഇനിയുള്ള ദിവസം നമ്മൾ പഠിക്കാൻ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. പബ്ലിക് എക്സാമിലേക്ക് നിങ്ങൾക്ക് ഒരു 6 സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ട്. മെജോറിറ്റി സ്റ്റുഡൻസും ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇമ്പ്രൂവ്മെൻറ്റിന് ഒരു 3 സബ്ജക്റ്റുകൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നോക്കിയാൽ ഒരു 9 സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് ഇനിയും പഠിക്കാനുള്ളത്. 10 പഠിക്കുന്ന പോലെ തന്നെ 9ഓളം സബ്ജക്റ്റുകൾ, അതിനേക്കാളൊക്കെ കുറേ പഠിക്കാനുള്ള അല്ലേ. 10 സബ്ജക്റ്റുകൾ ഉണ്ടായിരുന്നു 10th. ഇപ്പോൾ നോക്കിയാൽ +2 എത്തിയ സമയത്ത് എന്താണ് ഇമ്പ്രൂവ്മെൻറ്റ് ഒരു 3 സബ്ജക്റ്റ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറവൊന്നുമില്ല അല്ലേ. ഒറ്റ സബ്ജക്റ്റിൻ്റെ കുറവ് 9 സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അത് നമ്മൾ +10 പഠിച്ച പോലെ ഒന്നുമല്ല, ഒരുപാട് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. സോ നമ്മുടെ മുന്നിലുള്ള ടൈമും കാര്യങ്ങളൊക്കെ നോക്കിക്കോളുക, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളുക. സോ ആ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കുക. ഇതിനുള്ള സമയം വളരെ കുറവാണ്, പഠിക്കാൻ ഒരുപാടുണ്ട് എന്നുള്ളത് ശ്രദ്ധിച്ചോളുക. ജസ്റ്റ് പബ്ലിക് എക്സാം മാത്രമല്ല, ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമും മോഡൽ എക്സാമും ഇനിയിപ്പം പ്രാക്ടിക്കൽ എക്സാമും ഒക്കെ വരികയാണ്. സമയം വളരെ കുറവാണ്. സോ സിസ്റ്റമാറ്റിക്കായിട്ട് മുന്നോട്ട് പോവുക, നന്നായിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. അപ്പം ഓരോ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെന്താ ഒരു ക്രാഷ് ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കുക എന്നുള്ളത്. അതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചോളുക. അപ്പോൾ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വൈകിക്കേണ്ട, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളാം. ലാസ്റ്റ് ടൈമിലേക്ക് ഒന്നും വെയിറ്റ് ചെയ്യേണ്ട, ആരെയും കാത്തു നിൽക്കേണ്ട. സാർ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, ആരെയും നോക്കി നിൽക്കേണ്ട. നമുക്ക് ഒരുപാട് ടൈമൊന്നും നമ്മുടെ മുന്നിലില്ല, നമ്മൾ പഠിച്ചാലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. സോ ഏറ്റവും നല്ല ഓപ്ഷനാണ് ഒരു ക്രാഷ് ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് ടൈം ടേബിൾ വൈസ് സിസ്റ്റമാറ്റിക്കായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത്. സോ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. ലാസ്റ്റ് ടൈമാണ്, നന്നായിട്ട് പഠിക്കാൻ. നിങ്ങൾ ഈ ഒരു ലാസ്റ്റ് ടൈമിലെങ്കിലും നല്ല തീരുമാനങ്ങൾ എടുക്കണം. പിന്നെ ഈ ലാസ്റ്റ് ടൈം ക്രിസ്മസ് എക്സാമൊക്കെ പോലെ ലാസ്റ്റ് ടൈം മാരത്തോണിനോ അല്ലെങ്കിൽ റിവിഷൻ ക്ലാസ്സുകൾക്കൊന്നും വേണ്ടി വെയിറ്റ് ചെയ്യാൻ പാടില്ല, ഇപ്പോഴേ തുടങ്ങേണ്ടതുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് സാർ വീണ്ടും വീണ്ടും പറയുന്നത്, ക്രാഷ് ബാച്ചിൻ്റെ ഒക്കെ അത്രത്തോളം ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക, ജോയിൻ ചെയ്ത് പഠിച്ചുകൂടാ. അല്ലേ. ലാസ്റ്റ് ടൈം നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടും. സോ അത് ഉണ്ടാവാൻ പാടില്ല. സോ അതുകൊണ്ടാണ്. അല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ഈ കാണുന്ന നമ്പറിലൊക്കെ കോൺടാക്ട് ചെയ്യുക, നമ്മുടെ ക്രാഷ് ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങുക. ഒരുപാട് പഠിക്കാനുണ്ട്. മറക്കണ്ട. ബൈ.